എൻ്റെ ഒരു സിറ്റുവേഷൻ പറയാം. ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനാണ് കേട്ടോ. ഇപ്പോൾ കോടതിയിൽ ഞാൻ വാക്ക് കൊടുത്തിരിക്കുകയാണ്. അതേപോലെ അറസ്റ്റായെന്ന് പോലീസിടത്തും ഞാൻ വാക്ക് കൊടുത്തിരിക്കുകയാണ്. ഞാൻ ഇനി ഇതിനെക്കുറിച്ച് ഒരിക്കലും പേരെടുത്ത് സംസാരിക്കില്ലെന്ന്. അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ വാക്ക് ഞാൻ പാലിക്കുന്നുണ്ട്. പിന്നെ കേസ് മേലെ കേസ് കൊടുത്ത് എൻ്റെ വായടച്ചിട്ട് മിണ്ടാതിരിക്കുന്നു പറഞ്ഞാൽ மற்றவரெல்லாரும் சம்சாரிக்கணும். மாமா வந்து நிம்மதியா போகணும், எதுலயும் வந்து தலையிடக்கூடாது, பீஸ்ஃபுல்லா இருக்கணும்னு நினைக்கிறாரு. பட் அந்த சைட்ல இருந்து தான் ஏதாவது பேக் டு பேக் வந்துட்டே இருக்கு ஏதாவது. ஸோ நான் இல்லை என்னோட സിറ്റുവേഷൻ நான் வந்து எல்லாருக்கும் മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത്. എന്നോട് ഒരു അവസ്ഥ ഇപ്പോൾ സംസാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മേലെ അടുത്ത കേസ്, സംസാരിച്ചില്ലെങ്കിൽ യൂട്യൂബ്കാരും പിന്നെ ഇന്ന് റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെ ഫോർജറിനൊക്കെ പറയുന്നു. സംസാരിച്ചില്ലെങ്കിൽ അതിന് മേലെ ഒരു വലിയ സംഭവം. അപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ? ഞാൻ മിണ്ടണോ ഇല്ല മിണ്ടാതിരിക്കണോ? മിണ്ടിയാലും കുഴപ്പം, മിണ്ടില്ലെങ്കിലും പ്രശ്ന. நான் என்ன பண்ணணும்? நான் என் பொண்டாட்டி கூட ஜாலியாக இருக்கேன். ഞങ്ങൾക്ക് ഒരു കുട്ടി വരാൻ വരും. അപ്പം ഞങ്ങളുടെ കുടുംബം നോക്കി ഞങ്ങൾ പോകുന്നതായിരിക്കും നല്ലത്. അവർക്ക് അർഹതപ്പെട്ടത് അവരവർക്ക് തീർച്ചയായിട്ടും കിട്ടും. പക്ഷേ இந்த ഫോർജറിங்கிற വാക്ക് ബാലാക്ക് അർഹതപ്പെട്ട വാക്കല്ല. அது ரொம்ப தப்பு. எதுவுமே தெரியாம இப்போ അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒരു മനസാര இந்த வைக்கம் வந்து ചോദിച്ചു பாருங்க, മനസാര ഒരുപാട് പേർക്ക് നന്മ പண்றோம். அந்த നന്മയ്ക്കെല്ലാം വിഷം വയ്ക്കുന്നത് പോലെ ആയിപ്പോവും. ഇങ്ങനത്തെ വാക്കുകൾ മീഡിയാസ് യൂസ് ചെയ്യരുത്. അങ്ങനെ ഒരാളല്ല ബാല. ഞാനും